ഇതൊരു കൊച്ചി ലുലു മോൾ വ്ളോഗാണ് കേട്ടോ. നമ്മൾ ലുലു മോളിൽ നമ്മളല്ല, ആക്ച്വലി ഞാൻ ലുലു മോളിൽ പോകാൻ നേരത്ത് മെയിനായിട്ടും സ്റ്റുഡിയോ കയറാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത്. അതായത് നമ്മളെ നാട്ടിലൊക്കെ പോകുമ്പോൾ തറവാട്ടിൽ കയറാതെ പോയി കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടില്ലല്ലോ. അതേപോലെയാണ് ലുലുവിൽ പോയി കഴിഞ്ഞാൽ സ്റ്റുഡിയോയിൽ പോകാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല. പക്ഷേ മൊത്തത്തിൽ എന്നെ മൂഞ്ചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആ തുണിയില്ലാത്ത സത്യം മനസ്സിലാക്കിയത്. കൊച്ചി ലുലു മോളിൽ സ്റ്റുഡിയോ ഇല്ല എന്നുള്ള സത്യം പുറത്തുണ്ട് ആക്ച്വലി, പക്ഷെ അതിനകത്തില്ല എന്നുള്ള സത്യം. പിന്നെ മൊത്തത്തിൽ ഭയങ്കര ഡൗൺ ആയി. പിന്നെ അവിടെ ഇതേപോലത്തെ കുറേ സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ കൂടെ പോയി നിന്ന് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ ലുലുവിൽ പോയത് ഇവരുടെ കൂടെയൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടോ. അങ്ങനെയായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഇതേപോലെ കുട്ടി കുട്ടി സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് പോയി കണ്ടു, എക്സ്പ്ലോർ ചെയ്തു. അവരോടൊക്കെ രണ്ട് സ്വകാര്യകളെ പറഞ്ഞു നിന്നപ്പോഴത്തേക്കും ഒരു മനസ്സുഖം. പിന്നെ ചുമ്മാ തായിട്ട് രണ്ട് വായനോട്ടം കൂടെ നോക്കി. പിന്നെ വേറെ ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഒരു വാക്കിംഗ് ഏരിയ എന്ന് പറയുന്നുണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നു അവിടുത്തെ ഹൈലൈറ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വാക്കിംഗ് ഏരിയ. അത് ഈ ഒരു റെഡ് ഈ ഒരു സംഭവമൊക്കെ കണ്ടു, അതൊക്കെ നൈസായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വാക്കിംഗ് ഏരിയ എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ. അത് നൈസായിരുന്നു. പിന്നെന്താ, അവിടെ കുറേ ഗെയിംസിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെയാണ് അവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട്. പിന്നെ നടന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് മുഖ്യം പിക്കില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് നന്നായിട്ട് വിശന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു കേക്ക്, ട്രഫിൾ കേക്ക്, ചോക്ലേറ്റ് ട്രഫിൾ കേക്ക്, അത് എപ്പോഴും ഓൾ ടൈം എൻ്റെ ഫേവറേറ്റ് ആണ്. സോ അത് കണ്ടപ്പോൾ കൊതി വന്നു. അങ്ങനെ അത് വാങ്ങിച്ച് അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് കേക്ക്, അതായത് നിങ്ങൾക്കൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഏതാണെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു സാധനം വാങ്ങിച്ച് കഴിച്ചു. എൻ്റെ പൊന്നു മക്കളെ, ആക്ച്വലി ഞാനൊരു പാനിപൂരി ലവർ ആയതുകൊണ്ട് പാനിപൂരി ഷവർമ എന്ന് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് അങ്ങോട്ടേക്കാണ് പോയത്. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഈ എക്സ്പ്രഷൻ അല്ലായിരുന്നു കഴിച്ചതിന് ശേഷം. അത് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിക്കോ. അമ്മാതിരി സ്പൈസി ആയിരുന്നു. പിന്നെ സോസ് കൊണ്ടുള്ള ഒരു കളിയായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ ബാക്കി ഉണ്ടായ സോസ് മൊത്തം ഇതിനകത്താണ് ഒഴിച്ചേക്കുന്നതെന്ന്. സ്പൈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈ ദ ബൈ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഞാനൊരു സ്പൈസി ലവർ അല്ല. എന്നെക്കൊണ്ട് സ്പൈസി ഒട്ടും സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇതെന്ന് പറയുന്നത് എൻ്റെ കിളി പോയി. ഞാൻ അത് ഫുള്ള് കഴിച്ചില്ല കേട്ടോ. ബാക്കി കാണുന്ന അത്രയും ഞാൻ ബാക്കി വെച്ചു. ഇനി ഞാൻ ജീവിതത്തിലൊരു തീരുമാനം എടുത്തു, ഈ സാധനം ഇനി കഴിക്കില്ല എന്ന്. അപ്പം അത്രയൊക്കെ ഉള്ള ടാ.